ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് കുക്കർ മന്തിയാണ്. ഈസി ആയിട്ട് ഒരു 10-15 മിനിറ്റ് മാക്സിമം കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി കുക്കർ മന്തിയുടെ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത്. അതിനു മുൻപായിട്ട് നമ്മുടെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്ക് വീഡിയോയിലേക്ക് പെട്ടെന്ന് പോയാലോ. ആദ്യം ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ആവശ്യമാണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്തൊക്കെയാണ്? പട്ട, കറയാമ്പൂ, കുരുമുളക്, അതുപോലെ ഏലക്ക, ഇത്രയുമാണ് വേണ്ടത്. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, കുറച്ച് മുളക് പൊടി വേണം, കുറച്ച് ഗരം മസാല വേണം, കുറച്ച് കുരുമുളക് പൊടി വേണം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്ന് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കുരുമുളക് പൊടി, മുളക് പൊടിയും കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 മാഗിയുടെ ക്യൂബാണ് ചേർക്കുന്നത്. ഒരു ഫുൾ ചിക്കനിലേക്കാണ്. ക്യാപ്സിക്കം ഒരു ചെറുത് പൊടിപ്പൊടിയായി അരിഞ്ഞതും ചേർക്കുന്നുണ്ട്. ഇത് നമ്മുടെ റെഡ് കളറിലെ ഫുഡ് കളറാണ്, ഓപ്ഷണലാണ്. ഞാനിതൊരു ഭംഗിക്കും കളറൊക്കെ കിട്ടട്ടെ, വീഡിയോ അല്ലേ, അപ്പോൾ അതിന് വേണ്ടിയാണ്. കഴിവതും വീട്ടിലുണ്ടാക്കുമ്പോൾ ഇതങ്ങോട്ട് അവോയ്ഡ് ചെയ്യുക. അത് നന്നായിട്ട് നമുക്ക് ചിക്കനിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതൊരു ഫുൾ ചിക്കനാണ്. ഞാൻ വിത്ത് സ്കിന്നായിട്ടാണ് വാങ്ങിയത്. സ്കിന്നോട് കൂടി നമ്മൾ ആ ചോറിലേക്ക് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു ഫ്ലേവറൊക്കെ ആയിരിക്കും. അതും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിത്ത് സ്കിൻ എടുക്കാം, അല്ലെങ്കിൽ വിത്തൗട്ട് സ്കിന്നായിട്ടുള്ള ചിക്കൻ എടുത്താൽ മതി. അത് നന്നായിട്ടൊന്ന് ചിക്കനിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിപ്പിച്ചിട്ട്, സമയമുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചോളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കും. ഇത് നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക. ഈ ഒരു ചിക്കൻ മാരിനേഷൻ്റെ ടൈം മാത്രമേ വരുന്നുള്ളൂ നമുക്ക്. പിന്നെ വരുന്നത് നമ്മൾ കുക്കിങ്ങിൻ്റെയാണ്. ബസ്മതി റൈസൊക്കെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. എനിക്കിത്തിരി സമയം ഉണ്ടായതുകൊണ്ട് ഞാനൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇത് ഞാൻ ചെയ്യുന്നത് ഇതാ നോക്കി, കുക്കർ മന്തിയല്ലേ കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കണം, കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഇങ്ങനെ ചിക്കൻ മീതെ ഇട്ട് കൊടുക്കരുത്. ഒരു ലെയറായിട്ട് മാത്രമേ ചിക്കൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഞാനൊരു 4 പീസ് മാത്രമേ മാക്സിമം ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഞാൻ 2 കുക്കറിലായിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു ഉണക്കനാരങ്ങ ചേർത്ത് കൊടുക്കണം. അത് മസ്റ്റായിട്ട് ഒഴിവാക്കാൻ പാടില്ല, മസ്റ്റായിട്ട് ഇടാനുള്ളതാണ്. അറബിക് ഫുഡിനൊക്കെ ആ ഒരു ഫ്ലേവർ എപ്പോഴും വേണം. ഇനി നമുക്ക് ബസ്മതി റൈസ് നമ്മൾ നോർമലി ഒരു ഇത്തിരി ഉപ്പിട്ട് മാത്രം വേവിച്ചാൽ മതി. ഹാഫ് ബോയിൽ ചെയ്ത ബസ്മതി റൈസാണ്. നോക്കി, ചിക്കൻ ഞാൻ വേവിച്ചിട്ടേ ഇല്ല. പച്ച ചിക്കനിലേക്ക് ഹാഫായിട്ടുള്ള ബോയിൽ ചെയ്ത ആ ബസ്മതി റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 കിലോ റൈസും ഒരു ഫുൾ ചിക്കനുമാണ് എടുക്കുന്നത്. എൻ്റെ കുക്കർ ചെറുതായതുകൊണ്ട് ഞാൻ 2 കുക്കറായിട്ടാണ് ചെയ്യുന്നത്. ഞാനിവിടെ 2 കുക്കറിലായിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഫുൾ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിൽ മതിയാകും. അതിൻ്റെ ഫുള്ള് ആ എയർ പോയതിന് ശേഷം ഓപ്പൺ ചെയ്തെടുക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള, നല്ല സൂപ്പറായിട്ട്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കുക്കർ മന്തിയാണ് ഉണ്ടാക്കിയെടുത്തത്. നമുക്ക് വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ പ്രതീക്ഷിക്കാതെ വരുവാണെങ്കിൽ ബസ്മതി റൈസും ചിക്കനും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു റെസിപ്പിയാണ്. നല്ല ചൂടോടുകൂടി നന്നായിട്ട് സെർവ് ചെയ്യണം. ശരിക്കും ആ വിത്ത് സ്കിന്നോട് കൂടി ചെയ്തത് കൊണ്ട് തന്നെ ആ ചോറിലേക്ക് നല്ല ഫ്ലേവറൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം, ചോറ് ഒട്ടും പോലും പശ പോലെ ഒന്നുമില്ല. നല്ല സൂപ്പറായിട്ട് ഉതിർന്ന് കിടക്കുന്ന റൈസായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നല്ല ചൂടോടുകൂടി സെർവ് ചെയ്യണം. ഇതിൽ കൂടി നല്ല മയോണൈസും അതുപോലെ നമ്മുടെ ഗ്രീൻ ചട്നി ഉണ്ടല്ലോ, പുതിന ചട്നിയും ടൊമാറ്റോ ചട്നിയൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ്. നിങ്ങൾ ഒട്ടും പേടിക്കേണ്ടതാ. നോക്കിയാൽ കുക്കറിൽ അടിയിലോ ഒന്നും പിടിച്ചിട്ടില്ല. നല്ല ഈസി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു മന്തിയാണ്. അവസാനം വരുന്ന കുറച്ച് ഓയിൽ നമ്മുടെ ചോറിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ഒട്ടും പോലും ചിക്കൻ ഉടഞ്ഞൊന്നും പോവാതെ സൂപ്പറായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പം മസ്റ്റായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.